Hi everyone, it's me Momsy. Welcome back to our series Smart Schooling. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മോർണിംഗ് റഷ് എങ്ങനെ സ്മാർട്ടായി ഹാൻഡിൽ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വീഡിയോ കാണാത്തവർ പോയിട്ട് വീഡിയോ കാണാൻ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കോമൺ ഇഷ്യൂ ആണ് കുട്ടികളുടെ സ്കൂൾ റെഫ്യൂസൽ അഥവാ സ്കൂളിൽ പോകാനുള്ള മടി. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ കുട്ടികളെ എനിക്ക് വയറുവേദനയുണ്ട്, തലവേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ സ്കൂൾ ഫോബിയ എന്ന് പറയുന്നത്. ഒരു മെൻറ്റർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് പലപ്പോഴും നമ്മൾ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ വാശിയായിട്ടോ മടിയായിട്ടോ ഒക്കെ പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. മറിച്ച് അതൊരു ആൻസൈറ്റി ആണ്. അവരുടെ ബ്രെയിൻ സ്കൂൾ എന്ന എൻവയോൺമെൻറ്റിനെ ഒരു ത്രെറ്റായി കാണുമ്പോൾ അവർ റിയാക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ. അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പാരൻസ് വളരെ സെൻസിറ്റീവായിട്ട് അവരോട് ഇടപെടണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഇത്ര ഭയമുണ്ടാകുന്നത്? ഇതിന് പ്രധാനമായും 3 റീസൺസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് തിങ്, സെപ്പറേഷൻ ആൻസൈറ്റി, അതായത് പാരൻസിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് അക്കാദമിക് പ്രഷർ, ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കാത്തതോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള പേടിയോ അല്ലെങ്കിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയുന്ന സമയത്ത് അത് തെറ്റിപ്പോകുമോ എന്നുള്ള പേടി, ബാക്കിയുള്ള കുട്ടികളെ അവരെ കളിയാക്കുമോ എന്നുള്ള പേടിയൊക്കെ. ദെൻ തേർഡ് പോയിന്റ്, സോഷ്യൽ ഇഷ്യൂസ്, സ്കൂൾ പിയർ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള ടീസിങ് ഒക്കെ ആകാം. ഈ റീസൺസ് നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഇതിന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഇതിന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന 3 പ്രധാനപ്പെട്ട ടിപ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് തിങ്, വാലിഡേറ്റ്, ഡോണ്ട് മിസ്. നമ്മുടെ കുട്ടി പേടി എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ എന്ത് പേടി, ഇനി എന്തായാലും സ്കൂളിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ ഫീലിങ്സിനെ നമ്മൾ തള്ളിക്കളയരുത്. പകരം മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറയുക, എനിക്ക് മനസ്സിലാകും നിൻ്റെ പേടിയെ പറ്റിയിട്ട്, ഇറ്റ്സ് ഓക്കെ, അമ്മയില്ലേ നിൻ്റെ കൂടെ, നമുക്കിത് ഒരുമിച്ച് മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുക. ആ ഒരു സെക്യൂരിറ്റി കിട്ടിയാൽ തന്നെ അവരുടെ ആൻസൈറ്റി പകുതി കുറയും. രണ്ടാമത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ദ ബ്രിഡ്ജ് മെത്തേഡ്. ഒരു കണക്ഷൻ മെത്തേഡാണിത്. പെട്ടെന്ന് മക്കളിൽ വലിയൊരു മാറ്റം വേണ്ട. അതായത് മക്കൾ സ്കൂൾ വെഹിക്കിളിന് പറഞ്ഞയക്കുന്നതിന് പകരം കുറച്ച് ദിവസം, ഒരു 2-3 ഡേയ്സ് നമ്മൾ നേരിട്ട് അവരെ സ്കൂളിൽ കൊണ്ടുവിടുക. എന്നിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് അവരുടെ ക്ലാസ് റൂമിലൊക്കെ സ്പെൻഡ് ചെയ്ത് അവരുടെ ടീച്ചറുമായിട്ടൊക്കെ സംസാരിച്ച് ശേഷം നമുക്ക് തിരിച്ചു പോരാം. ഈ ഒരു ബ്രിഡ്ജ് മെത്തേഡ് വഴി അവർക്ക് സ്കൂളുമായി പതുക്കെ ഒരു കംഫർട്ട് ലെവൽ ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് തേർഡ് തിങ്, ഫോക്കസ് ഓൺ പോസിറ്റീവ്. അവർ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ സ്കൂളിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് പഠനത്തിൻ്റെ മാത്രം ഇടമായിട്ട് ഒതുങ്ങിപ്പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. അവരോട് ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്, ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തൊക്കെ കളിച്ചു, ഏതായിരുന്നു നിൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് പീരീഡ് ഏതായിരുന്നു, ഇന്നത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്തായിരുന്നു എന്നിങ്ങനെ സ്കൂളിനെ ഒരു പോസിറ്റീവ് സ്പേസായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതാണ്. കുട്ടികളിൽ സ്കൂളിനെ കുറിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ നമ്മൾ പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ. ആൻഡ് ഒരു കാര്യം കൂടെ പാരൻസ് ഓർക്കേണ്ടതുണ്ട്, ഈ ഒരു പേടി, മക്കളുടെ ഈ ഒരു ഭയം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും അവരുടെ ഉറക്കത്തെയും ഭക്ഷണത്തെയും ഇത് ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറുടെയോ സഹായം തേടാൻ മടിക്കാൻ പാടില്ല. ബിക്കോസ് നിങ്ങളുടെ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് അക്കാദമിക്സിനേക്കാളും പ്രധാനം തന്നെയാണ്. അപ്പം എല്ലാ പാരൻസും ഓർക്കേണ്ടത് ഇതാണ്, നമ്മുടെ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്താണ് നമുക്ക് അക്കാദമിക്സിനേക്കാളും പ്രധാനം എന്നുള്ളത്. ഓക്കെ. സോ മക്കളുടെ ഈ ഒരു ഫിയർ മാറ്റിയെടുക്കാവുന്ന ഒന്നേ ഉള്ളൂ. അതിന് വേണ്ടത് ആസ് എ പാരൻസ് നമ്മുടെ ക്ഷമയും കരുതലും മാത്രമാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ കുട്ടികളിലെ കോൺസെൻട്രേഷൻ പ്രോബ്ലംസ് എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി പാരൻറ്റിങ്.